ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് എങ്ങനെ OBSൽ എളുപ്പത്തിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും ഒരു ഗെയിം സ്ട്രീം ചെയ്യാമെന്നുള്ള ഒരു ട്യൂട്ടോറിയലായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ OBS സ്റ്റുഡിയോയിലാണ് നമ്മൾ ഈ സെറ്റപ്പ് ചെയ്യുന്നത്. ഇതാണ് OBS സ്റ്റുഡിയോൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നിങ്ങൾക്ക് സീൻ, സോഴ്സ്, ഓഡിയോ മിക്സർ, ട്രാൻസിഷൻ അങ്ങനെ പറഞ്ഞ് ഒരു 4 സെക്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ സ്ക്രീൻ എന്തിനാന്ന്, അപ്പോൾ സ്ക്രീനിൽ എന്ത് സെലക്ട് ചെയ്താലും അതായിരിക്കും അപ്പോൾ ലൈവായിട്ട് പോവുക. ആദ്യം നമുക്കൊരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു സീൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കുറച്ച് സ്ക്രീനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം. ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു ഫസ്റ്റ് സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ ആ സ്ക്രീനിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഴുതിക്കണം. ഇപ്പോൾ സ്റ്റാർട്ട് സ്ട്രീമിംഗ് എന്നുള്ള ആ ഒരു സംഭവം എഴുതി കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സീൻ ഉണ്ടാക്കുക. ഇനി ആ സീനിൻ്റെ സോഴ്സ് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലസ് ബാർ ഉണ്ടാവും. ആ പ്ലസ് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള സോഴ്സ് സെലക്ട് ചെയ്യാം. അവിടെ കുറേ സോഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സെലക്ട് മീഡിയ സോഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം അതിനെന്തെങ്കിലും പേര് കൊടുക്കുക, അത് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുത്ത് സോഴ്സിൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് അവിടുന്ന് ഇഷ്ടമുള്ള നിങ്ങൾ എന്താണ് ഫസ്റ്റ് കാണിക്കേണ്ട ആ വീഡിയോ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് ആ മേലെ ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാനിവിടെ ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈവ് എന്നുള്ള സ്ക്രീനിലാണ് നമ്മൾ ഗെയിം ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ സോഴ്സിൽ പ്ലസ് ഐക്കൺ കൊടുത്തിട്ട് ഗെയിം ക്യാപ്ചർ ആഡ് ചെയ്യുന്നതാണ്. ഗെയിം ക്യാപ്ചറിൽ ക്യാപ്ചർ ഇനി ഫുൾ സ്ക്രീൻ വീഡിയോ, ക്യാപ്ചർ ഇനി സ്പെസിഫിക് വിൻഡോ അങ്ങനെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ക്യാപ്ചർ ഇനി ഫുൾ സ്ക്രീൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ ഫുൾ സ്ക്രീനിൽ വരുന്ന ഏത് ആപ്ലിക്കേഷനും അത് ക്യാപ്ചർ ചെയ്യും. സാധാരണ ഗെയിമുകളൊക്കെ ഫുൾ സ്ക്രീനിലാണല്ലോ വരിക. ഇനി സ്പെസിഫിക് വിൻഡോയിൽ ഇട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നിങ്ങൾ സ്പെസിഫിക് വിൻഡോയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻ ഗെയിം സെറ്റിങ്സിലും ആ ഗെയിമിൻ്റെ സെറ്റിങ്സ് വിൻഡോഡ് ഫുൾ സ്ക്രീൻ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇടണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഗെയിം റൺ ആകുമ്പോഴും നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, ഞാനത് ആഡ് ചെയ്തു. ഇനി ഒരു ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ ആഡ് ചെയ്യണം. അതാണ് നമ്മൾ മൈക്കിൽ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചറും ആഡ് ചെയ്തു. ഓക്കെ, ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചറിൻ്റെ കൂടുതൽ സെറ്റിങ്സ് നമുക്ക് അവിടെ ഉള്ള പ്രോപ്പർട്ടീസ് ഓണാക്കിയതിന് ശേഷം അതിൽ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ യെല്ലോ ബാറിൽ ഏറെക്കുറെ സൗണ്ട് വരുന്ന രീതിയിൽ അത് ക്രമീകരിക്കുക. ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൂടുതൽ ഫിൽറ്റേഴ്സും അതേപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓഡിയോയ്ക്ക് വേണ്ടി ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ജസ്റ്റ് സ്ട്രീം എൻഡിങ് എന്നുള്ളൊരു സ്ക്രീനും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രീനിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അവിടെ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു മീഡിയ സോഴ്സ് എടുത്തിട്ട് അവിടെ ഒരു വീഡിയോ ആഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ സ്ക്രീനുകൾക്ക്
ട്രാൻസിഷൻ കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഈ ട്രാൻസിഷൻ വിൻഡോയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ട്രാൻസിഷൻ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ സ്വൈപ്പ് നല്ല ട്രാൻസിഷൻ എടുത്തപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ സ്വൈപ്പിംഗ് മോഡിലാണ് അടുത്ത വിൻഡോ വരുന്നത്. അതുപോലെ ഞാൻ 2-3 സ്വന്തം ട്രാൻസിഷൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്. പിന്നെ രണ്ടാമത്തത് ഇതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള അത് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ഞാനൊരു ട്യൂട്ടോറിയൽ ചെയ്യാം. ഇത് രണ്ടും ആഫ്റ്റർ എഫക്ട്സിലാണ് ചെയ്തത്, ഈ 2 ട്രാൻസിഷൻ. ഇനി നമുക്ക് സ്ട്രീമിംഗ് സെറ്റിങ്സിലേക്ക് കടക്കാം. സെറ്റിങ്സിൽ ഫസ്റ്റ് തന്നെയുള്ള ജനറൽ സെറ്റിങ്സ് ആണ്. അതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. രണ്ടാമത് സ്ട്രീം സെറ്റിങ്സ് ആണ്. അവിടെ ഒരു സ്ട്രീം കീ ആഡ് ചെയ്യാനുണ്ട്. അത് നമുക്ക് യൂട്യൂബിൽ നിന്നാണ് കിട്ടുക. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. പിന്നെ ഔട്ട്പുട്ട് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ സ്ട്രീം സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്ന എൻകോഡർ NVENC ആണ്. അതിൽ 264 എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടി ഉണ്ടാവും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് CPU ഫോഴ്സ് ചെയ്തിട്ടാണ് എൻകോഡ് ചെയ്യുക. അപ്പോൾ അത് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ ഉള്ള വീഡിയോ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി കാരണമാവും. അതായത് കുറച്ചും കൂടി ഒരു സ്മോൾ ഏരിയയിലുള്ള ഡീറ്റെയിൽസൊക്കെ അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എടുത്ത് കാണിക്കും ആ ഒരു എൻകോഡിങ് മെത്തേഡിൽ ചെയ്യുമ്പോൾ. പക്ഷേ CPU യൂസേജ് നന്നായിട്ട് കൂടും. അപ്പോൾ ചിലപ്പോൾ പെർഫോമൻസിനെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ NVENC യൂസ് ചെയ്യുന്നത്. NVENC നമ്മുടെ ഗ്രാഫിക് കാർഡിനെ ഫോഴ്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബിറ്റ് റേറ്റും റേറ്റ് കൺട്രോളും സെലക്ട് ചെയ്യണം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇവിടെ നമ്മൾ സാധാരണ സ്ട്രീമിങ്ങിന് CBR ആണ് യൂസ് ചെയ്യാറ്, അതായത് കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റ്. അപ്പോൾ ഈ CBR എൻകോഡിങ് മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ക്ലാരിറ്റിയുള്ള വീഡിയോ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ക്ലാരിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല. പിന്നെ ഇവിടെ ഞാൻ ബിറ്റ് റേറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് 4000 ആണ്. അപ്പോൾ 720p 60 fps ഞാൻ സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ 4000 ബിറ്റ് റേറ്റ് അത്യാവശ്യം മതി. എൻ്റെ നെറ്റ്വർക്ക് സ്പീഡ് അത്രേ ഉള്ളൂ. നിങ്ങൾ അപ്ലോഡ് സ്പീഡ് നോക്കിയിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് kbps ഇടുക. ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് സ്പീഡ് ടെസ്റ്റ് സോഫ്റ്റ്വെയർ എടുത്തിട്ട് അത് kbps ഇടുക. അത് കിലോ ബിറ്റ്സ് പെർ സെക്കൻഡിൽ ഇടുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ആണ് ഇവിടെ ആ ബിറ്റ് റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ പ്രിസെറ്റിൽ ഞാനിവിടെ ക്വാളിറ്റിയാണ് ഇട്ടിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഹൈ ക്വാളിറ്റിയിലിടാം. ബിറ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റിയും കൂടും. പിന്നെ ഓഡിയോയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ വീഡിയോ സെറ്റിങ്സിൽ ഞാൻ ഡൗൺ സ്കെയിൽ ചെയ്യുന്നുണ്ട്. അതായത് 720p സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ ആ റെസൊല്യൂഷൻ സെലക്ട് ചെയ്തു. 720pൻ്റെ റെസൊല്യൂഷൻ സെലക്ട് ചെയ്തു. പിന്നെ ഡൗൺ സ്കെയിൽ ഫിൽട്ടറായിട്ട് ഇപ്പോൾ ആ കാണുന്ന ആ സാധനമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. FPS സെലക്ട് ചെയ്തു. സാധാരണ എല്ലാവരും 720p സ്ട്രീം ചെയ്യാറ്. അതാണ് അത്യാവശ്യം നല്ലതും. ഹോട്ട് കീസൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഹോട്ട് കീസൊന്നും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ കൊടുത്ത സെറ്റിങ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സ്ട്രീം കീയും കൂടി ആഡ് ചെയ്തതിന് ശേഷം, സ്ട്രീം കീ യൂട്യൂബിൽ നിന്ന് കിട്ടും, അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം സ്ട്രീം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.